ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മിനി വ്ലോഗാണ് കേട്ടോ. ഒരു ഫുൾ ഡേ വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിൽ മഴയുണ്ടോ, എന്താണ് നിങ്ങളുടെ അപ്ഡേറ്റ്സ് ഒക്കെ എന്ന് പറയൂ. നമ്മുടെ നാട്ടിലെ വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൊക്കെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ സ്ഥലത്തുള്ള തുരുത്തിക്കാട് എന്ന് പറയുന്നൊരു സ്ഥലത്തെ വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. ഇതൊക്കെയാണ് എൻ്റെ കാഴ്ചകളെന്ന് പറയാനായിട്ട്. നമുക്ക് തുടക്കത്തിലൊക്കെ ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഒക്കെയാണ്. പക്ഷേ വെള്ളം നമ്മളിങ്ങനെ കയറി വരുമ്പോൾ പലരുടെയും വീടുകൾ മുങ്ങുക, അതൊക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് നല്ല വിഷമാവും. അതുപോലെ തന്നെ നമുക്കത് ഒട്ടും താങ്ങാൻ പറ്റുന്നതല്ലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെ നാട്ടിലത്തെ ഒരു അപ്ഡേറ്റ്സ് എന്ന് പറയാനായിട്ട്. നിങ്ങൾ ഏത് സ്ഥലത്താണ്, അപ്പോൾ അവിടുത്തെ നിങ്ങളുടെ അപ്ഡേറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് പറയൂ. മഴയുടെ അപ്ഡേറ്റ്സുകളും ഒക്കെ പറയാം കേട്ടോ. അപ്പം പാലങ്ങളൊക്കെ ഏകദേശം മുങ്ങാൻ തുടങ്ങുകയാണ്. അപ്പം പലയിടത്തായിട്ട് ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ എല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് വന്നപ്പോൾ ഉള്ള ഫുഡാണ് കേട്ടോ ഇത്. എത്ര പേർക്ക് ഇഷ്ടമാണ് ജീരക റൈസ്? എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മുടെ കിച്ചണിൽ എല്ലാം ക്ലോസ് ചെയ്ത് എല്ലാം കഴുകി വെച്ചു. പിന്നെ ഈവനിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇത് മുദ്രയാണ് കേട്ടോ. എത്ര പേർക്ക് ഇഷ്ടമാണ് മുദ്ര ഇങ്ങനെ തേങ്ങയായിട്ട് കഴിക്കാനായിട്ട്? പിന്നെ നമ്മൾ കുറച്ച് ഉപ്പേരി ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. അപ്പം അതിലൊപ്പം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ മനസ്സുകൊണ്ടിരിക്കുകയായിരുന്നു, എത്ര പെട്ടെന്നാണ് കുട്ടികളൊക്കെ വളരുന്നതല്ലേ. ഇന്നലെ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് ആ ഒരു ടൈം ആലോചിച്ചു വേണം. ആ ഒരു ദിവസങ്ങളും നമ്മൾ രാത്രിയിൽ എണീച്ചും അതുപോലെ തന്നെ ആ ഒരു ടൈമിലൊക്കെ നമ്മൾ അനുഭവിച്ച ആ ഒരു എൻജോയ്മെൻ്റ് ആണെന്ന് പറഞ്ഞാലും ചെറിയ കുറച്ച് വിഷമങ്ങളിലൂടെയാണല്ലോ നമ്മൾ അന്നേരം പോകുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ കണ്ണിൽ മുന്നിൽ കൂടി ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ അതിനെയായിരിക്കും ചിലപ്പോൾ ഈ സമയം കടന്നു പോകുമെന്ന് പറയുന്നത് അല്ലേ. ഇവന് 2 മാസം കൂടെ കഴിഞ്ഞാൽ ഇവന് 1 വയസ്സാകാണ്. അപ്പം അതൊക്കെ ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ. ഇവൻ്റെ കളിയും ഇവൻ്റെ ഓരോ മൈൽ സ്റ്റോണും ഒക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഓർക്കുകയാണ്. ഞാനും ഹസ്ബൻഡും പലപ്പോഴും പറയാറുണ്ട്, അന്നത്തെ ഡെലിവറി ടൈമിലുള്ള അനുഭവങ്ങളും ഒക്കെ ഞങ്ങൾ പറയാറുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്ലോസിംഗ് ബാലൻസ് ഒക്കെ എഴുതി ഷോപ്പൊക്കെ അടച്ച് കഴിയാണ് കേട്ടോ. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.